പാതി തളർന്ന ശരീരവുമായി വെല്ലുവിളികളെ അതിജീവിക്കുകയാണ് എറണാകുളം ചെമ്പങ്കര സ്വദേശി നവീൻ. ഇതിനിടയിലാണ് നവീന്റെ ജീവിതമാർഗമായ കാറ് ദിവസങ്ങൾക്ക് മുൻപ് മോഷണം പോയത്. നഷ്ടപ്പെട്ട കാറ് തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് നവീനും കുടുംബവും. 7 വർഷം മുൻപാണ് ബൈക്ക് അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ നവീന്റെ അരക്കുതാഴെ ചലനശേഷി നഷ്ടപ്പെടുന്നത്. ജീവിതം നഷ്ടമായെന്ന് തോന്നിപ്പിച്ചെങ്കിലും വിധിയെ വെല്ലുവിളിച്ച് കൈവിട്ട ജീവിതം തിരിച്ചുപിടിക്കുവാനുള്ള ഓട്ടത്തിലാണ് ഇന്ന് നവീനും കുടുംബവും. കാറും ഓട്ടോയുമാണ് നവീന്റെ വരുമാന മാർഗം. കഴിഞ്ഞ മാസം 27-ാം തീയതിയാണ് വീട്ടിൽ സ്ഥലമില്ലാത്തതിനെ തുടർന്ന് സമീപത്തെ പറമ്പിൽ പാർക്ക് ചെയ്ത കാർ മോഷണം പോയത്. നവീന്റെ വരുമാനത്തിനു പുറമെ ക്ലീനിങ്ങിന് പോകുന്ന അമ്മ സെൽവിയുടെയും ലോട്ടറി തൊഴിലാളിയായ അച്ഛൻ സെൽവരാജുവിന്റെയും വരുമാനമുണ്ടെങ്കിലും ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. തുച്ഛമായ വരുമാനം തന്നെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വാടകയും കൊടുക്കണം, കറണ്ട് ബില്ല്, പിന്നെ വീട്ടിൽ ചിലവും കാര്യങ്ങളും. ഞാൻ അമ്മയും കൂടി, പിന്നെ അച്ഛനും ലോട്ടറി വിൽക്കാനാണ് പോകുന്നത്, പിന്നെ അമ്മയും വീട്ടുജോലിക്കാണ് പോകുന്നത്, പിന്നെ അമ്മക്കും പ്രായം വരുന്നുണ്ട്, അച്ഛനും പ്രായം വരുന്നുണ്ട്. അപ്പോൾ എന്നെയും നോക്കണം നമുക്ക്. എല്ലാം കൂടി നമുക്കത് താങ്ങാൻ പറ്റുന്നില്ല. ആകെപ്പാടെ ഒരു ഇതിലാണ് നിൽക്കുന്നത്. വാഹനം മോഷണം പോയത് CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞെങ്കിലും വ്യക്തമല്ല. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ മാസം 10,000 രൂപ കൊടുക്കുന്നുണ്ട് വാടക. അപ്പോൾ നമുക്കും അത് ആ ഒരു അവസ്ഥയിൽ താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇങ്ങനത്തെ ഒരു സംഭവിച്ചത്. അപ്പോൾ ആയുള്ള ഒരു ആശ്രയം എൻ്റെ മെയിനായിട്ട് എൻ്റെ ഓട്ടോയും കാറുമാണ് എൻ്റെ കാലായിട്ടുള്ളത്. അപ്പോൾ അത് തന്നെ ഇങ്ങനെ ചെയ്തെന്ന് പറയുമ്പോഴത്തേക്കും വളരെ ഒരു സങ്കടമുണ്ട്. മോഷണം പോയ കാർ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. കൈരളി ന്യൂസ്, കൊച്ചി.